ഹായ് എവരിവൺ, വെൽക്കം ടു KS റാങ്കർ. പ്രിലിംസ് എക്സാമിനേഷൻ്റെ ഡേറ്റ് ഏകദേശം വന്നു കഴിഞ്ഞു. പല ആളുകൾക്കും മെയ് 2 തീയതി ആയിരിക്കും എക്സാം വരുന്നത്. ഈ ഒരു നിമിഷം നിങ്ങളെ സംബന്ധിച്ചിട്ട് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരിക്കും. സിലബസ് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനി അതല്ലെങ്കിൽ സിലബസ് കംപ്ലീറ്റ് ആക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രിലിംസിന് പഠിക്കണം. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ മെയിൻസ് എക്സാമിനേഷനും വരുന്നുണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, ഈ അവസാന നിമിഷങ്ങളിൽ ഒരുപാട് വെപ്രാളവും ടെൻഷനും നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം പരിഹരിക്കാൻ പറ്റുമെന്ന് പറയുന്നില്ല, എന്നാലും ഇതിലെ ചില കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ ഒരു വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ചോയ്സസ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഒരു PSC പ്രിപ്പറേഷനിൽ ഒഴിച്ചുകൂടാനാവാത്ത ഘടകം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, കോച്ചിങ് ഒഴിച്ചുകൂടാൻ വേണ്ടിയിട്ട് പറ്റില്ല, അതല്ല റാങ്ക് ഫയലാണ് ഒഴിച്ചുകൂടാൻ പറ്റാത്തത്, അതല്ലെങ്കിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇങ്ങനെ ഒരുപാട് ആൻസേഴ്സ് ഉണ്ടായിരിക്കും. പക്ഷേ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമുണ്ട്. അതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് വിശകലനം ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കണം എന്നുള്ളതാണ്. ഒന്നാമതായിക്കൊണ്ട് കോച്ചിങ് ആയിക്കഴിഞ്ഞാലും റാങ്ക് ഫയൽ ആയിക്കഴിഞ്ഞാലും അതല്ലാതെ നിങ്ങൾ ഇരുന്ന് സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ആക്കുകയാണ് എന്നുണ്ടെങ്കിലും ഇതെല്ലാം ഒരുപാട് ടൈം ടേക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഒരു ബിഗിനർ എന്നുള്ള രൂപത്തിലേക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങളെ സഹായിക്കും. എന്നാൽ ഒരു എക്സാമിനേഷൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന നിമിഷം നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക, അതും വളരെ കുറഞ്ഞ സമയം കൊണ്ട്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സിലബസ് മാത്രം കംപ്ലീറ്റ് ചെയ്യുകയല്ല, അതിൻ്റെ കൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ നോക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ചോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുഴുവൻ സിലബസും കൃത്യമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കുറഞ്ഞ സമയം കൊണ്ട് അത് കംപ്ലീറ്റ് ആക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുമാത്രമല്ല, സിലബസിൽ നിന്ന് ഏത് ഭാഗത്തു നിന്നാണ് PSC കൂടുതലായിട്ട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് PSC ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞ ഒരു 5 വർഷം കൊണ്ട് PSCയുടെ ട്രെൻഡിലും പാറ്റേണിലും വന്നിരിക്കുന്ന മാറ്റങ്ങൾ, ചേഞ്ചസ്, ഇതെന്തൊക്കെയാണ്, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ PYQ അനാലിസിസും അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡിസ്കഷൻസും നിങ്ങളെ സഹായിക്കും. ഇതിനു വേണ്ടിയിട്ടാണ് KS റാങ്കർ പ്രീവിയസ് ഇയർ റിവിഷൻ ബാച്ച് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ റിവിഷൻ ബാച്ച് എന്ന് പറയുന്നത് ഒരു ക്രാഷ് കോഴ്സ് പോലെ പ്രിലിംസിന് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല. ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 2026 ഡിസംബർ വരെയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മെയിൻസ് എക്സാമിനേഷൻ കഴിയുന്നത് വരെ ഈ ഒരു കോഴ്സിൻ്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ പ്രിലിംസിന് വേണ്ടിയിട്ട് മാത്രമല്ല, മെയിൻസിനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പം ജസ്റ്റ് ഒരു കാര്യം മാത്രം ഓർത്ത് വയ്ക്കുക, ഇതൊരു ക്രാഷ് കോഴ്സ് മാത്രമല്ല, നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള PYQ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു കോഴ്സ് കൂടിയാണ്. ഇനി ഈ കോഴ്സിൽ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ലഭിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനോട് കൂടിയിട്ടുള്ള PDFകൾ ഷെഡ്യൂൾ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടും. അതായത് ഓരോ ദിവസവും നമുക്കൊരു ഷെഡ്യൂൾ ഉണ്ടായിരിക്കും. ആ ഷെഡ്യൂൾ അനുസരിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പ്ലനേഷൻ അടക്കമുള്ള PDF നോട്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ PDF ക്വസ്റ്റ്യൻസിനെ അനലൈസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ഏത് ഭാഗത്ത് നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് എന്നത് അനലൈസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ഹോട്ട് ടോപ്പിക് നോട്ട്സ് അതും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഹോട്ട് ടോപ്പിക് നോട്ട്സിൽ ഏറ്റവും റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ ഭാഗത്ത് നിന്ന് PSC ചോദിച്ചിട്ടുള്ള ആ കണ്ടൻസ് ഇൻഫർമേഷൻസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കും ഹോട്ട് ടോപ്പിക് നോട്ട്സ് വരുന്നത്. അത് നിങ്ങൾക്ക് റിവിഷന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് കൂടാതെ നിങ്ങളുടെ ആവശ്യപ്രകാരം മാരത്തോൺ സെഷൻസും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞ സെഷൻ ഓൾറെഡി നമുക്ക് മാത്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ സിവിക്സ്, അതുപോലെ തന്നെ മാത്സിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള സെഷൻസ് വരുന്നുണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജി വരുന്നുണ്ട്, എക്കണോമിക്സ് വരുന്നുണ്ട്, ജോഗ്രഫി വരുന്നുണ്ട്. ഈ മാരത്തോൺ സെഷൻസ് എല്ലാം ഇനി വരുന്ന ദിവസങ്ങളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് കുറഞ്ഞ സമയം കൊണ്ട് ഒരു ക്രാഷ് കോഴ്സായിട്ട് സിലബസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളെ ഒന്ന് ഓടിച്ച് പറഞ്ഞു തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ക്രാഷ് കോഴ്സും നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഇനി ഈ ഒരു കോഴ്സിനെ സംബന്ധിച്ചിട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഏകദേശം 274 പേരായിരുന്നു ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 4-5 ദിവസം മുൻപായിരുന്നു. ഇന്ന് നമ്മുടെ ബാച്ചിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 400-ലധികം കുട്ടികൾ ഈ ഒരു ബാച്ചിൽ ഓൾറെഡി ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ 400-ലധികം കുട്ടികളിൽ നിന്ന് നമ്മളൊരു സർവേ നടത്തുകയുണ്ടായി. അതിൽ ഏറ്റവും ഹൈലി റേറ്റഡ് ആയിട്ടുള്ള റിവ്യൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് കോഴ്സിൻ്റെ ഒരു ക്വാളിറ്റി കൂടിയാണ് കാണിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കോഴ്സിൽ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതുമാത്രമല്ല,
ഈ കോഴ്സിൽ ഏതൊരു കോഴ്സായി കഴിഞ്ഞാലും നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അവിടെ ചില കൺസേൺസ് ഉണ്ടായിരിക്കും, നിങ്ങളുടേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അത്തരം പ്രശ്നങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഈ ഒരു കോഴ്സിലൂടെ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ ആ കാര്യങ്ങളെല്ലാം മാക്സിമം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പ്രീവിയസ് ഇയർ ബാച്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ PYQ അനാലിസിസിൻ്റെ ഈ ഒരു റിവിഷൻ ബാച്ച് എന്ന് പറയുന്നത് ഒരു പ്രിലിംസ് ക്ലിയർ ചെയ്യാനുള്ള ക്രാഷ് കോഴ്സ് മാത്രമല്ല, മറിച്ച് മെയിൻസ് എക്സാമിനേഷനും കൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് ഒരു നല്ല റാങ്കിലേക്ക് നിങ്ങളെ നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് ഈ കോഴ്സിനെ കുറിച്ച് മനസ്സിലാക്കുക. കൂടുതൽ ക്ലാസ്സുകൾ യൂട്യൂബിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നത് പരിഗണിക്കുക. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ആദ്യമായിട്ട് PSC പഠിക്കാൻ ഇറങ്ങുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ടൈം ആയിട്ട് ഈ ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ട് നിങ്ങൾ എഴുതുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിട്ട് ഈ കോഴ്സ് എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും, ഡിഫിക്കൽട്ടി ആയിരിക്കും. അതും കൂടെ പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു റിവിഷൻ തന്നെയാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്രം ബേസിക്സ് ടു അഡ്വാൻസ് ഒരു ക്ലാസ് അല്ല നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിരുന്നാലും ഒരു ലോങ് ടേം ആയിട്ട് ഇനി വരാൻ വേണ്ടിയിട്ട് പോകുന്ന PSC എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കോഴ്സിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളുടെ റെഗുലർ ബാച്ചിൻ്റെ അല്ലെങ്കിൽ റെഗുലർ പ്രിപ്പറേഷൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും. റെഗുലറായിട്ട് നിങ്ങൾ ഏത് ടോപ്പിക്കുകളാണോ പഠിക്കുന്നത് അതിൻ്റെ പ്രീവിയസ് ഇയർ ക്ലാസ്സുകളും കൂടെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഇന്നെവിറ്റബിൾ. അത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കും. ആൻഡ് യു വിൽ ബി ഇൻവിൻസിബിൾ. നിങ്ങൾക്ക് പരാജയം ഉണ്ടാവുകയുമില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സിനെ കൃത്യമായിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് പരിഗണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കോഴ്സ് പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് ആയിട്ടുള്ള 599 രൂപയ്ക്ക് തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ വിഷ് യു എവ്രി വൺ ഓൾ ദ ബെസ്റ്റ്.